മലപ്പുറം ജില്ലയിലെ ഒരു പട്ടണം, അവിടെ ഒരു ഫ്ലാറ്റിൻ്റെ പണി നടക്കുകയാണ്. 2 ബെഡ്റൂമും 1 ബെഡ്റൂമുമുള്ള ഫ്ലാറ്റുകളാണ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ ആ കമ്പനിയെ സമീപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് വേണം. അവർ പറഞ്ഞു, 2 ബെഡ്റൂമും 1 ബെഡ്റൂമും ഉള്ള ഫ്ലാറ്റുകൾ മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 ബെഡ്റൂമും 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് ഒരുമിച്ച് വാങ്ങാം. അത് രണ്ടും കൂടി ചേർത്ത് 3 ബെഡ്റൂമും 3 ബാത്റൂമുമുള്ള ഒരു ഫ്ലാറ്റ് ആക്കിയിട്ട് എനിക്ക് തരണം, അതിൻ്റെ പൈസ തരാം. കമ്പനി അവർക്ക് വേണ്ടി 3 ബെഡ്റൂമും 3 ബെഡ്റൂമിലും 3 ബാത്റൂമുകളുമുള്ള ഫ്ലാറ്റ് ഉണ്ടാക്കി നൽകി. ആ ഫ്ലാറ്റിനകത്ത് ഭാര്യയ്ക്ക് ഒരു റൂം, ഭർത്താവിന് മറ്റൊരു റൂം, ഒരേ ഒരു മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൾക്ക് ബാത്റൂം സൗകര്യമുള്ള മറ്റൊരു റൂം. 3 ജീവിതങ്ങൾ ആ ഫ്ലാറ്റിനകത്ത് സുഖമായി കഴിയുന്നു. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്. അവരെ നിങ്ങളൊരു കല്യാണത്തിന് ക്ഷണിച്ചാൽ അവർ 2 പേരും ഒരേ കളറിലുള്ള വസ്ത്രമിട്ട് വില കൂടിയ കാറിൽ നിങ്ങളുടെ കല്യാണത്തിന് വരും. കാണുമ്പോൾ നമ്മൾ പറയും, എന്തൊരു നല്ല ബന്ധം എന്ന്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചു. നമ്പർ 2, 32 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു സംസാരിക്കാൻ. അവൻ എഞ്ചിനീയറാണ്. 23ാമത്തെ 24ാമത്തെ വയസ്സിൽ എഞ്ചിനീയറായി പ്ലേസ്മെന്റ് കിട്ടിയിട്ട് ജോലിയിൽ കയറി സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന 32കാരനായ ഒരു ആൺകുട്ടിയെ ബാപ്പയും ഉമ്മയും മുമ്പിൽ കൊണ്ടുവരുന്നു. എന്തു പറ്റി എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ ഉത്തരം, ഇവൻ വിവാഹത്തിന് തയ്യാറല്ല എന്നതാണ്. ആൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ചെറുക്കനെ വിളിച്ചു. ബുദ്ധിയുള്ള, കഴിവുള്ള, എൻട്രൻസ് എക്സാമിൻ്റെ കടമ്പ കടന്ന് എഞ്ചിനീയറായ ആ ചെറുക്കനെ മുന്നിലിരുത്തി ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം, എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കിയിട്ട് അവൻ എന്നോട് പറയാണ്, ഞാൻ കല്യാണം കഴിക്കും. എപ്പോ? ഒരു 4-5 കൊല്ലം കൂടി കഴിയട്ടെ. ഞാൻ ചോദിച്ചു, എന്തിന്? എനിക്കൊരു സോളോ ലൈഫാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് ജീവിക്കണം, ബുള്ളറ്റ് എടുത്ത് കാശ്മീർ സന്ദർശിക്കണം, ബുള്ളറ്റ് എടുത്ത് ലോകത്ത് കറങ്ങണം, അതിനൊരു പെണ്ണ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ. നമ്പർ 2, 52 വയസ്സുള്ള ഒരു പെണ്ണ് 58 വയസ്സുള്ള ഭർത്താവിനെ കൊണ്ടുവരുന്നു. പെണ്ണിന് 52 വയസ്സാണ്, ഭർത്താവിന് 58, നരച്ചിട്ടുണ്ട്, അയാൾക്ക് ക്ഷീണമുണ്ട്. കുറച്ചു കാലമായി ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ വന്ന് കുറച്ചു കാലം ഭാര്യയുടെ കൂടെ താമസിച്ച ഒരു ഭാര്യയും ഭർത്താവും വരുന്നു. എന്താ പ്രശ്നം എന്ന ചോദ്യത്തിന് ആ പെണ്ണിൻ്റെ ഉത്തരം ഡൈവോഴ്സ് വേണം എന്നാണ്. ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? ആ മനുഷ്യന് വയസ്സായി തുടങ്ങിയിരിക്കുന്നു, ഇനി ഒരു കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതയില്ല, ഇപ്പോഴാണോ നിങ്ങൾക്ക് ഡൈവോഴ്സ് വേണ്ടത് എന്ന ചോദ്യത്തിന് ആ പെണ്ണ് പറഞ്ഞ മറുപടി, അവസാനത്തെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ പിരിയും എന്ന് 25 കൊല്ലം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പൊ അവർ പിരിയാൻ തീരുമാനിച്ചപ്പോഴേക്ക് കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ അവസാനത്തെ കുട്ടീൻ്റെ കല്യാണം കഴിയണം. ഞാൻ ചോദിച്ചു, കഴിഞ്ഞോ? കഴിഞ്ഞു. 22 വയസ്സുള്ള എൻ്റെ അവസാനത്തെ മകളെ കല്യാണം 2 മാസം മുമ്പ് കഴിഞ്ഞു. ഇപ്പൊ സൽക്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൾ അവൻ്റേതായി മാറി. ഇനി ഞങ്ങൾക്ക് പിരിയണം എന്ന് ഒരു ഭാര്യയും ഭർത്താവും മുന്നിൽ വന്ന് പറയുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, MLA പറഞ്ഞു വെച്ച കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാണ്. 4 തരത്തിലാണ് കുടുംബത്തെ ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 തരത്തിൽ. ഈ 4 തരത്തിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും എവിടെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഒന്ന് കുടുംബവുമായി സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ ജീവിക്കുന്നവർ. നമ്പർ 1, ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുന്നു നോക്കണം. 1, കുടുംബം അത് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നവർ. 1, ഞാൻ അതിലേക്ക് വരാം. 2, കല്യാണമൊക്കെ കഴിഞ്ഞു, കുടുംബമായി, മക്കളായി, തട്ടിമുട്ടി അതങ്ങനെ പോകുന്നു. 4 ടയറും പൊട്ടിയ ഒരു വണ്ടി
റോട്ടിലൂടെ പോകുന്ന പോലെ ആരൊക്കെയോ തള്ളിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ പോകുന്ന, ഇടയ്ക്ക് പൊട്ടും, അപ്പം എല്ലാവരും കൂടി ഇടപെടും, പള്ളി കമ്മിറ്റി ഇടപെടും, അല്ലേ? അങ്ങനെ 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 തട്ടിമുട്ടി പോകുന്നു. എന്നിട്ട് പറയും മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 2. നമ്പർ 3, ഒരവസരം കിട്ടിയാൽ പിരിയണം എന്ന് കരുതി നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. ഒരവസരം വരട്ടെ, ഇത് പിരിയണം. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് അതിനാണ്. നമ്പർ 3, കുടുംബം എന്ന് പറയുന്ന സങ്കല്പമേ വേണ്ട എന്ന് കരുതി സോളോ ലൈഫിലേക്ക് ജീവിതത്തെ കൊണ്ട് ചെന്നെത്തിക്കുന്ന പുതിയ തലമുറ. ഇനി നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ കുടുംബം, എൻ്റെ കുടുംബം ഇതിലെവിടെയാണ് ഇരിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. 80 കുട്ടികൾ, മുസ്ലിം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ്, പെൺകുട്ടികൾ മാത്രം 80 പെൺകുട്ടികൾ പർദ്ദയിട്ട് മക്കനയിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നല്ല ദീനുള്ള മക്കളാണ്, കണ്ടാൽ അറിയാം. നരേന്ദ്രമോദി വിവാഹപ്രായം 18 നിന്ന് 21 ആക്കിയിട്ട് ഉയർത്തും എന്ന ഒരു കിംവദന്തി കേട്ടിരുന്നു. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന്. ആ സമയത്ത് 80 പേരിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ അവരോട് ചോദിച്ചു, നരേന്ദ്രമോദി വിവാഹപ്രായം 18 നിന്ന് 21 ആക്കി ഉയർത്താൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുട്ടികൾ, 2 പെൺകുട്ടികൾ ഒഴികെ ബാക്കി എല്ലാ പെൺകുട്ടികളും പറഞ്ഞു ഞങ്ങൾ അനുകൂലമാണ് എന്ന്. 2 പെൺകുട്ടികൾ പറയാതിരുന്നപ്പോൾ എനിക്ക് അത്ഭുതം. അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അവർ തല താഴ്ത്തി പറഞ്ഞു ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ കൂടെ ഉണ്ട്, ഞങ്ങളെ പിടിച്ച് വീട്ടുകാർ കെട്ടിച്ചു. ഇപ്പൊ ബാസിൽ കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, ശരി, നരേന്ദ്രമോദി 21 വയസ്സാകുന്നു, 21 വയസ്സിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്കിയേ എന്ന ചോദ്യത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ 2 കുട്ടികളെ അപ്പോഴും കൈപൊക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, പോട്ടെ, 25 വയസ്സാക്കി കല്യാണപ്രായത്തെ ഉയർത്തുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുട്ടികൾ അനുകൂലമാണ്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് കുടുംബം എന്നതിൻ്റെ കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നത്. കുടുംബത്തിൻ്റെ കാഴ്ചയാണിത്. ഇതാ നമ്മുടെ നാട്ടിലെ കുടുംബം. ഞാനും നിങ്ങളും ഈ കുടുംബത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയോ? നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന്? ഏറ്റവും സംതൃപ്തമായി ജീവിക്കുന്നു. നേരത്തെ നജീബ് ക ബഹുമാനായ MLA പറഞ്ഞു ഒരുമിച്ചാണ് യാത്ര ചെയ്തത് എന്ന്. ആ യാത്ര കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇടക്ക് വരുന്ന ഫോണിൽ നജീബ് ക പറയുന്നത് ഇങ്ങനെ പതിയെ കേൾക്കാം, ഉമ്മ ഞാൻ ഇവിടെ എത്തിയിട്ടാ, ഉമ്മ ഞാൻ പുറപ്പെടാം കേട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു, ഭാര്യ ഇല്ലേ, പിന്നെന്തിനാ ഉമ്മ ഉമ്മ. നജീബ് കയോട് സംസാരിച്ചപ്പോൾ നജീബ് ക എന്നോട് പറഞ്ഞു, 56-ാമത്തെ വയസ്സിൽ എൻ്റെ ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്. 56-ാമത്തെ വയസ്സിൽ ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ആ ഉമ്മ അനാഥമാവാതെ ചേർത്തു പിടിച്ചതൊരു മകനാണ്. നോക്കൂ നിങ്ങൾ, എന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നൊരു ചിന്തയുണ്ടല്ലോ. ഒരു മനുഷ്യനെ ഏകാന്തതയിൽ നിന്ന് രക്ഷിക്കുന്ന ഇത്രയും വലിയൊരു ഊർജം വേറെയില്ല. 32% അമേരിക്കക്കാർ സൈക്യാട്രിക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ രോഗം എന്നറിയോ നിങ്ങൾക്ക്? ലോൺലിനെസ് എന്ന രോഗമാണ്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ നമ്മുടെ MLA പറഞ്ഞതിനെ ചേർത്ത് പറയുന്നു എന്ന്. 32% മനുഷ്യർ ലോൺലിനെസ്സിന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ. എന്താ രോഗം എന്ന് ചോദിച്ചാൽ രോഗമില്ല, അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹിയറിംഗ് ക്ലിനിക്ക് തുടങ്ങിയത്രേ. ഹിയറിംഗ് ക്ലിനിക്ക്. എന്താ ക്ലിനിക്കിന്റെ പ്രത്യേകത? അവിടെ ക്ലിനിക്ക് ഉണ്ടാവും, ഒരു മനുഷ്യനും ഉണ്ടാവും, റോബോട്ടല്ല, മനുഷ്യൻ. നിങ്ങൾക്ക് ആ ക്ലിനിക്കിലേക്ക് കയറി ചെല്ലാം. ആ ക്ലിനിക്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടോ മണിക്കൂർ, 1 മണിക്കൂറിന് ഇത്ര ചാർജ്, 2 മണിക്കൂറിന് ഇത്ര ചാർജ്. നിങ്ങൾ എന്തു പറഞ്ഞാലും മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് തല കുലുക്കി ആ മനുഷ്യൻ കേൾക്കും. വേറെ ഒന്നും ചെയ്യൂല, ഒരു സൊല്യൂഷനും പറയില്ല. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുക, അയാൾ കേൾക്കും. ഓഹോ തന്നെ, എന്നിട്ട് ശരി അങ്ങനെയല്ലേ, ഓക്കെ. 1 മണിക്കൂർ സംസാരിച്ചാൽ ഫീസ് കൊടുക്കുക, നിങ്ങൾക്ക് വരാം. കേൾക്കാൻ, നമ്മളെ കേൾക്കാൻ, നമുക്ക് പറയാനുള്ളതിനെ കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടാവുക എന്നത് ലോകത്തെ ഏറ്റവും പ്രധാനമാണ് എന്ന് തിരിച്ചറിയണം. ഒരാഴ്ച മുമ്പ് ഇവിടേക്ക് വരാനുള്ള തിരക്കും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ് ഞാൻ. ഓട്ടപ്പാച്ചിലിനിടയിൽ ചിലപ്പോൾ വിചാരിച്ച പോലെ ഭക്ഷണം, വിചാരിച്ച പോലെ വിശ്രമം കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരാഴ്ച മുമ്പ്
രാത്രി കിടന്നുറങ്ങി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയ എനിക്ക് തല ചുറ്റി. ബാത്റൂമിലേക്ക് പോയതാ. സാധാരണ രാത്രി ബാത്റൂമിലേക്ക്, റൂമിലെ ബാത്റൂമിൽ പോകുമ്പോൾ വാതിൽ കുറ്റിയിടരുത്. നിങ്ങളും കുറ്റിയിടരുത്. എന്നെ സ്വഭാവമില്ലാത്ത ആളാണ്. കാരണം എന്തെങ്കിലും എപ്പോഴും ബാത്റൂമിലാണ് ആളുകൾ വീണ് പോവുക. കാരണം രാത്രി നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ശരിയായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് കുറ്റിയിടാതെ ബാത്റൂമിൽ പോയി എനിക്ക് തലയൊന്ന് ചുറ്റിയപ്പോൾ ആ ക്ലോസറ്റിൻ്റെ മൂടി വീഴുന്ന ഒച്ച കേട്ട് ഭാര്യ ഓടി വന്നു, ബാത്റൂം തുറന്നു. ഞാനിങ്ങനെ നിൽക്കണം. അവളെന്നെ കൊണ്ടുവന്ന് കട്ടിലിരുത്തി. അന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അവൾ ഇടയ്ക്കെന്നെ തൊട്ട് നോക്കുന്നുണ്ട്. ഞാൻ അറിയാത്ത പോലെ കിടന്നു. ഞാൻ എഴുന്നേറ്റ പ്രശ്നമാണ്. ഇടയ്ക്കിങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. എന്താ തൊട്ട് നോക്കുന്നത്? ഇയാൾക്ക് പനിക്കുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇയാൾ ശ്വാസമൊക്കെയുണ്ടോ? നേരം വെളുത്തപ്പോ ഉറക്കച്ചടവോടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എഴുന്നേറ്റത്. നമ്മളെ കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ട് എന്നത്, നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമുക്ക് വിഷമം വരുമ്പോ, നമ്മളൊന്ന് വീഴുമ്പോൾ താങ്ങാൻ ഒരാളുണ്ട് എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം. അതാണ് കുടുംബം. ഞാനിനി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. ഓരോ വിഷയങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുക? നിങ്ങൾ പ്രവാസികളാണ്. 2 തരത്തിലാണ് പ്രവാസികളുള്ളത്. ഒന്ന്, കുടുംബവുമായി ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ. ബഹുഭൂരിഭാഗം ആളുകളും കുടുംബം നാട്ടിലും നിങ്ങൾ ഇവിടെയുമായി കഴിയുന്നവരാണ്. എങ്ങനെയാണ് ഈ കുടുംബത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചേർത്തു പിടിച്ച് സ്നേഹിച്ച് സംതൃപ്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം മാത്രം നൽകിക്കൊണ്ട് എൻ്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്താം. എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് ഓർക്കണം. രണ്ടും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്? അവൻ കംഫർട്ടബിൾ ആവുക ഒറ്റക്കാകുമ്പോഴാണ്. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ഞാനും നിങ്ങളും കംഫർട്ടബിൾ ആവുക ഒറ്റക്കാവുമ്പോഴാണ്. കംഫർട്ടബിൾ ആവുക മാത്രം. നോക്കൂ, ഞാൻ ഒറ്റക്ക് കാർ ഓടിച്ചു പോവാണ്. ഞാൻ കാർ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നി ഒരു പാട്ട് പാടണം എന്ന് തോന്നി. എനിക്ക് പാടാൻ പറ്റൂലേ? ആര് ചോദിക്കാനാ? ഞാനൊരു മൂളിപ്പാട്ടൊക്കെ പാടി കാർ ഓടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് സ്പീഡ് കൂട്ടാം. ഞാൻ സ്പീഡ് കൂട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് സ്പീഡ് കുറയ്ക്കാം. ഞാൻ സ്പീഡ് കുറച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ചായ കുടിക്കാം. ഞാൻ ചായ കുടിച്ചു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഒന്ന് മൂത്രമൊഴിക്കാം. ഞാൻ മൂത്രമൊഴിച്ചു. ഒരു പ്രശ്നമില്ലല്ലോ. ടോട്ടലി കംഫർട്ടബിൾ അല്ലേ? ഇനിയോ, എൻ്റെ കൂടെ കാർ ഓടിക്കുമ്പം അപ്പുറത്തെ സീറ്റിൽ എൻ്റെ ഭാര്യ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ നിങ്ങൾ? അല്ലേ? വിചാരിച്ചില്ലേ? എനിക്കൊരു പാട്ട് പാടാൻ തോന്നി. എന്താ സംഭവിക്കുക? ഞാൻ പാട്ട് പാടുമ്പോൾ തന്നെ അവൾ പറയുന്നു ഉണ്ടാക്കുമോ? ഇടപെട്ടു അല്ലേ? ഞാൻ കംഫർട്ടബിൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് സ്പീഡിൽ ഓടിച്ചിട്ട് ഇവളെ കൊണ്ട് ഇറക്കിയാൽ സമാധാനമാവുമല്ലോ. സ്പീഡിൽ ഓടിച്ചപ്പോൾ അവൾ ചോദിക്കുന്ന ചോദ്യം എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്ന്. അപ്പം ഞാൻ വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോൾ അവൾ ചോദിക്കണേ നടന്നു പോയാൽ പോരെ, എന്തിനാ പുതിയ പോകുന്നത്? എന്നാ പിന്നെ ക്ഷീണം മാറ്റാൻ ഒരു ചായ അടിക്കാൻ നിർത്തുമ്പോൾ ചായ എപ്പം നോക്കിയാലും ചായ വിടി വണ്ടി എന്നാ വേണ്ട. ഈ ആണുങ്ങൾക്കൊരു സ്വഭാവം, ഇടക്കിടക്ക് മൂത്രം വയ്ക്കാൻ പറ്റൂലേ? സ്ത്രീകളുടെ അത്ര ഈ മൂത്രം പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ഞാനൊന്ന് മൂത്രം വയ്ക്കാൻ വേണ്ടി വണ്ടി സെറ്റാക്കിയപ്പോൾ പറയും മൂത്രം വയ്ച്ചാൽ മതി, വണ്ടി വിട്ടി. ഇടപെട്ടു. ഞാൻ ഡിസ്കംഫർട്ടായി. അപ്പം എപ്പോഴാണ് മനുഷ്യൻ കംഫർട്ടാവുക? ഒറ്റക്കാവുമ്പോഴാണ് മനുഷ്യൻ കംഫർട്ടാവുക എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നതെല്ലാം ഒറ്റക്ക് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ കുടുംബത്തിൽ എപ്പോഴും കൂടെ ജീവിക്കുന്ന ഭാര്യക്ക് അവളുടെ ഒരു സ്വകാര്യതയെ, വ്യക്തിത്വത്തെ കൂടി നാം ഒന്ന് വകവെച്ചു കൊടുക്കണം. ഒരു ഭർത്താവിന്റെ സ്വകാര്യതയെ, ഭർത്താവിന്റെ കാര്യങ്ങളെ കൂടി ഒന്ന് വകവെച്ചു കൊടുക്കും. ഒരു കുറച്ചേരം ഒന്ന് ഒറ്റക്കാവണം മനുഷ്യന്. ഒരു സ്പേസ് മനുഷ്യന് കിട്ടണം. ഭാര്യക്കും അങ്ങനെയാണ്. എല്ലാത്തിലും എപ്പോഴും 24 മണിക്കൂറും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോഴോ കുറച്ചൊക്കെ അവർക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യം എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ അർത്ഥം എന്താ? തോന്നിയ പോലെ നടക്കുക എന്നുള്ളതല്ല. എങ്ങനെയാ സ്വാതന്ത്ര്യം? ഒരിത്തിരി സമയമെങ്കിലും അവളുടെ സമയമായിട്ട് കൊടുക്കണം. നീ ഒന്ന് ഇരിക്കി. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനം. ഞാൻ എന്താ പറഞ്ഞ്? കംഫർട്ടാവുക നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാവാം. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നും നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പം കിട്ടൂല. ഒന്ന്, സ്നേഹം.
നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സ്നേഹിച്ചാൽ ഞാനൊന്ന് കാണട്ടെ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളൊന്ന് സ്നേഹം പറ്റി ഇവിടുന്ന് അത് വരും. ഒരാൾ അപ്പുറത്ത് സ്നേഹിക്കാനുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടൂ. അതേ കിട്ടൂ. ഈ സ്നേഹം കിട്ടുക എന്നതിനാണ് കുടുംബം. മനുഷ്യൻ എന്ന ജീവി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിൽ ഒന്ന് സ്നേഹിക്കപ്പെടണം എന്നാണ്. അതങ്ങളെ ആഗ്രഹം അല്ലെ? എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കും. ഭർത്താവ് എന്നെ സ്നേഹിക്കണം എന്ന് പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭാര്യമാര് ചിന്തിക്കും. മക്കൾ ചിന്തിക്കും, ബാപ്പിയും എന്നെ സ്നേഹിക്കണം എന്ന്. ഈ സ്നേഹം വളരെ പ്രധാനമാണ്. ഈ സ്നേഹത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കംഫർട്ട് കിട്ടിയേക്കാം, പക്ഷെ സ്നേഹം കിട്ടൂല. ചെറിയൊരു പ്രശ്നമുണ്ട് സ്നേഹത്തിന്. എന്താ പ്രശ്നം എന്നറിയോ? സ്നേഹം എന്നത് ഒരു ദ്രാവകമാണ്. അത് ഒഴുകിപ്പോകും. ദ്രാവകമാണത്, അത് ഒഴുകിപ്പോകും. സ്നേഹം ഒഴുകിപ്പോകും. നേരത്തെ ബഹുമാന്യനായ MLA നിങ്ങളോട് സൂചിപ്പിച്ച പോലെ വിളിക്കാൻ ആരുമില്ലെങ്കിൽ ഓള് വേറെ ആരെയും വിളിക്കും. ഒഴുകി അങ്ങോട്ട് അല്ലേ? പുഴപക്കത്ത് നിൽക്കുന്ന തെങ്ങ് പോലെയാണ് മക്കൾ എന്നോർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന ആ പുഴയിലേക്ക് എത്ര വലിയ കയറുപയോഗിച്ച് നിങ്ങൾ അതിനെ വലിച്ചു കെട്ടിയാലും അത് അങ്ങോട്ടേ ചായൂ. മക്കൾ അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്നേഹം എന്നത് അത് എന്നെ സ്നേഹിക്കുന്നതിനൊരു കാര്യമില്ല. അതൊരു ദ്രാവകമാണ്. ആ സ്നേഹം നിറച്ചു വെക്കാൻ ഒരു പാത്രം വേണം. സ്നേഹം ഇങ്ങനെ നിറച്ചു വെക്കാൻ ഒരു പാത്രം വേണം. സ്നേഹം നിറച്ചു വെക്കുന്ന പാത്രത്തിൻ്റെ പേരാണ് ഇഷ്ടം. എൻ്റെ പ്രിയമുള്ള കുടുംബമായി ജീവിക്കുന്ന വലിയ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കുടുംബം എന്ന സങ്കല്പം. 4 ഭാഗത്തുനിന്നും ആക്രമണമാണ്. സിനിമാക്കാർ കുറെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, നോവലിസ്റ്റുകൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, പുരോഗമന ചിന്തക്കാർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആക്രമണ രൂക്ഷാണ്. ഇപ്പോ കുടുംബമായി ജീവിക്കുന്നവൻ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. കടുവകളെല്ലാം ചത്ത് കടുവ ഇനി ഇല്ലാതാകുമെന്ന് തോന്നുമ്പോഴാണല്ലോ ഗവൺമെന്റ് കടുവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടുക. അതിന് വംശനാശം നേരിടുന്ന ജന്തുവായി പ്രഖ്യാപിക്കുക. വംശനാശം നേരിടാൻ പോകുന്ന ഈ കുടുംബത്തെ നിലനിർത്തേണ്ട ബാധ്യതയുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ എന്ന് തിരിച്ചറിവുണ്ടാവണം. സ്നേഹം നിറച്ചുവെച്ച പാത്രമാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുടുംബമാകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പഠിപ്പിച്ചു. എന്താ സ്റ്റെപ്പ് എന്നറിയോ? നിങ്ങൾ പെണ്ണ് കാണണം. ഭർത്താവ് ചെന്ന് ഭാര്യയെ ഒരു വീട്ടിൽ ചെന്ന് വാപ്പാന്റെ ഉമ്മാന്റെ മുന്നിൽ വെച്ച് കാണണം. അല്ലാതെ ഓൺലൈനിൽ കണ്ടിട്ടോ ഫോട്ടോ കണ്ടിട്ടോ പോരാ, അവളെ നേരിട്ട് കാണണം. നിങ്ങൾക്ക് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് വാപ്പിയമ്മയും ചോദിക്കുന്ന ചോദ്യം നിനക്ക് ഇഷ്ടമായോ എന്നാണ്. നിങ്ങൾ പെണ്ണ് കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ വാപ്പയുമ്മയും അവളോട് ചോദിക്കും, നിനക്ക് ആ ചെക്കനെ ഇഷ്ടമായോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടം എന്ന പാത്രം കൊണ്ട് മാത്രമേ സ്നേഹം നമുക്ക് വാങ്ങാൻ കഴിയൂ എന്ന് ഓർക്കണം. ആ പെൺകുട്ടി പറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആ നല്ല ജോലിയാണ്, നല്ല തറവാടാണ്, അവൻ്റെ കയ്യിൽ BMW ആണ് കാറ്, കെട്ടടി എന്ന് പറഞ്ഞാൽ BMW സാധനമൊക്കെ അവിടെ ഉണ്ടാവും. ആ കെട്ട് വല്ലാതെ മുറുകൂല. കാരണം എന്താ? സ്നേഹം നിറയ്ക്കാനുള്ള പാത്രമില്ല. അത് ഒഴുകിപ്പോവും. വെളിച്ചെണ്ണ വാങ്ങാൻ 2 കൈയേറ്റ് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ കൈ കൊഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ അല്ലേ, അടയാളം മാത്രം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ഇഷ്ടം എന്ന പാത്രത്തെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭർത്താക്കന്മാർ, നേരത്തെ ജബ്ബാർ മദീനി അവർ സംസാരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞു, റസൂൽ എഴുന്നേറ്റ് പോയപ്പോൾ ആയിഷ പിറകിൽ ചെന്നു. എന്നിട്ട് റസൂലിനോട് പറഞ്ഞ മറുപടി പറഞ്ഞു, ഇത് സ്ത്രീയുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ ഒന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ അത് കാണിച്ചത്, ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മനുഷ്യനായതുകൊണ്ടാണ്. സ്ത്രീയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവങ്ങളിലൊന്ന് ഇതാണ്. ജബ്ബാർ മദീനി അവർ തുടക്കത്തിൽ നിങ്ങളോട് സംസാരിച്ച ആ ഒരു സംഭവം ഞാനത് വീണ്ടും ഉദ്ധരിക്കുന്നില്ല. എന്താ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അപ്പൊ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും കഴിയില്ല. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഭർത്താവിനെ അവൾക്കും സ്നേഹിക്കാൻ കഴിയില്ല. മക്കൾക്ക് ഇഷ്ടപ്പെടാത്ത ബാപ്പയെ സ്നേഹിക്കാൻ കഴിയില്ല കൂട്ടരെ. അവിടെയാണ് ഇഷ്ടം പ്രധാനമാകുന്നത്. അതുകൊണ്ട്
നിങ്ങളുടെ ഭർത്താവിനെ ഇഷ്ടമുള്ള രീതിയിലാവുക എന്നതാണ് ഒരു ഭാര്യക്ക് സ്നേഹം കിട്ടാനുള്ള എളുപ്പ വഴി. സ്നേഹം ഒഴിച്ചു വെക്കാനുള്ള പാത്രത്തിന് ദ്വാരമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? എൻ്റെ പെണ്ണിന്റെ ഇഷ്ടം എന്താണ്, അവൾക്ക് എന്താ ഇഷ്ടം, ആ ഇഷ്ടത്തെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കാണണം. എൻ്റെ ഭാര്യൻ്റെ ഇഷ്ടം എന്താണ്, അവളുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് അറിയുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം സുശക്തമാവുക. ഞാൻ നീട്ടി പറയുന്നില്ല, സമയം കുറവായതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഭാര്യക്ക് നമ്മൾ ഇഷ്ടമാണോ എങ്കിൽ അവൾ സ്നേഹിക്കും. അതുകൊണ്ട് ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിലോ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ഒന്ന് നിങ്ങളുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ ഇഷ്ടം പ്രകടമാക്കണം. ഐ ലവ് യു എന്ന വാക്ക് കുട്ടികളൊക്കെ തെറ്റിദ്ധരിച്ചത് ഒരു തെറിവാക്കായിട്ടാണ്. ഉമ്മ സ്കൂളിൽ നിന്ന് ഒരു ചെക്കനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു തന്നെ ഉമ്മ ചാടി വെക്കും. ആരാടാ പറഞ്ഞത്, എവിടെടാ അവൻ്റെ വീട്, ആരാടാ എടുക്കടി നമ്പർ. കുട്ടി പേടിച്ചു. ഐ ലവ് യു ഒരു തെറിവാക്കല്ല, ഉമ്മ മക്കളെ ചേർത്ത് നിർത്തി പറയേണ്ട വാക്കാണത്. ഭാര്യ ഭർത്താവിനെ ചേർത്ത് നിർത്തി പറയേണ്ട വാക്കാണത്. ഇഷ്ടമായി എന്ന് നിങ്ങൾ സ്വകാര്യമായി പങ്കിടുന്ന നിമിഷങ്ങൾ പോലും നിങ്ങൾ ആസ്വദിച്ചുവെങ്കിൽ നിങ്ങളുടെ ഇണയോട് അത് തുറന്നു പറയുമ്പോഴാണ് അവർക്ക് നിങ്ങളെ ഇഷ്ടമാവുക എന്നോർക്കണം. അതുകൊണ്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട മണം ഭാര്യക്കുണ്ടാവണം, ഭർത്താവിന് ഇഷ്ടപ്പെട്ട സ്വഭാവം ഭാര്യക്കുണ്ടാവണം. തിരിച്ചും എന്താ അവർക്ക് ഇഷ്ടം നോക്കൂ. നിങ്ങൾ ജോലി കഴിഞ്ഞു വന്ന് ഭാര്യൻ്റെ അടുത്ത് ഒന്ന് മേല് പോലും കഴുകാതെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരുണ്ട്. എത്ര ആളുണ്ട് നിങ്ങൾക്ക് വന്നിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് കിടന്നു നോക്കി അപ്പം അറിയാം, മണത്തിരിക്കാൻ കഴിയില്ല. എഞ്ചിനീയറായി ഒരു ചെറുക്കനെ കൊണ്ടുവരിക, സോക്സ് പോലും അഴിച്ചു വെക്കാതെ ജോലി കഴിഞ്ഞ് കട്ടിലേക്ക് വീണ് കിടക്കും. എന്നിട്ടോ നേരം വിളിക്കുമ്പോൾ 7 മണിക്ക് ബസ് വരും കമ്പനീൻ്റെ. ഈ ചങ്ങാതി ബാത്റൂമിൽ കണ്ട് 6:45 ബാത്റൂമിൽ ഓടും, തിരിച്ചു വരും, യൂണിഫോം എടുത്തിട്ട് കമ്പനിയിൽ പോകും. അവൻ പോയി കഴിഞ്ഞാൽ ഭാര്യ ബാത്റൂമിൽ കയറി നോക്കുമ്പോൾ ടവല് നനഞ്ഞിട്ടില്ല. ബ്രഷ് എടുത്ത് കയ്യിൽ കൊട്ടി നോക്കിയപ്പോൾ ബ്രഷും നനഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ്റെ പല്ല് വെക്കലും കുളിയൊക്കെ വെർച്വലാണ്. പല്ലും അങ്ങനെയാണല്ലോ. ആ പെണ്ണ് പറയാ രാവിലെ കുളിച്ചില്ല, എന്നാൽ രാത്രി വന്നാലോ ആ സോക്സ് പോലും അഴിച്ചു വെക്കാൻ സമയമില്ല. കാരണം മൾട്ടിനാഷണൽ കമ്പനി കരിമ്പ് ജ്യൂസ് പിഴിയണ വരി പിഴിഞ്ഞിങ്ങോട്ട് എടുത്തളെ അല്ലേ. അവിടെ ഇവൻ പണി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുന്ന ഭാര്യയുടെ കൂടെ എന്തിഷ്ടമാ കൂട്ടരെ ഉണ്ടാവുക. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അത് സൗദി അറേബ്യയിൽ നിന്നുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ, അത് അവർക്കേ മനസ്സിലാവും. ഞാൻ റിയാദിൽ ഒരു കാലം ക്ലാസ് എടുക്കാൻ വേണ്ടി ഇതേപോലെ വന്നു. റിയാദിൽ വന്നപ്പോൾ ഐക്യ എന്ന് പറയുന്ന ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇങ്ങനെ നിൽക്കല്ലേ, ഈ ഗൾഫിലൊക്കെ വന്നാൽ വ്യാഴം വെള്ളി ശനി മാത്രമേ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, ബാക്കി സമയത്തൊന്നും നമ്മൾ ആർക്കും വേണ്ടി വരില്ല. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു നമുക്ക് ഐക്യയിലൊന്ന് പോയി എന്നാ പോയൊക്കെ. അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു, നിറയെ പെണ്ണുങ്ങൾ, പർദ്ദക്കെട്ട പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഈ പെണ്ണുങ്ങൾ കൂടി നിൽക്കുക 10 റുപ്യക്ക് കുട്ടികളുടെ ഡ്രസ്സ് കിട്ടുന്ന സ്ഥലത്താണ്. ഈ ചെറിയ ഷെഡിയും ഇതൊക്കെ ഉണ്ടാവും കുട്ടികളത് 10 റുപ്യക്ക്, എന്നിട്ട് ഇട്ടുകൊടുത്ത് പിറ്റേന്ന് കീറും, പിന്നെ മൂത്രം തുടയ്ക്കാൻ എടുക്കും. അങ്ങനത്തെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഈ പെണ്ണുങ്ങൾ കൂടി. ഞാൻ വിചാരിച്ചു ഇത് വല്ല കുട്ടികളുടെ ട്രൗസറും കിട്ടുന്ന സ്ഥലമാണെന്ന് വിചാരിച്ച് ഞാനും പോയി എത്തി നോക്കിയപ്പോൾ മെഴുകുതിരി വിൽക്കുന്ന സ്ഥലത്താണ് പെണ്ണുങ്ങൾ തിരക്ക് കിട്ടുന്നത്. മെഴുകുതിരി വിൽക്കുന്ന സ്ഥലത്ത് ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അല്ല ഇവിടെ കറണ്ട് കട്ടൊക്കെ ഉണ്ടോ എന്നെൻ്റെ കൂടെ വന്ന് അവളോട് ചോദിച്ചു. കറണ്ട് കട്ടോ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ മെഴുകുതിരി ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന്? നമ്മുടെ നാട്ടിൽ മെഴുകുതിരി വാങ്ങാൻ കറണ്ട് കട്ടുണ്ടാവുമ്പോൾ കത്തിക്കാനാണ്, ഇവിടെ അതില്ലല്ലോ. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഐക്യൻ്റെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ചങ്ങാതിയിൽ ഒഴിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു മെഴുകുതിരിയുള്ള കാര്യം. ആ മെഴുകുതിരിൻ്റെ പേര് ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിലാണ്, ഫ്രാഗ്രൻറ്റ് ക്യാൻഡിൽ. ആ മെഴുകുതിരിക്ക് അത് കത്തിച്ച് വെച്ചാൽ ഒരു നല്ല, ഇപ്പം നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അതില്ലേ, അത് കത്തിച്ച് വെച്ചാൽ മുറിയിൽ ഒരു സുഗന്ധം പരക്കും എന്ന്. ഞാൻ ചോദിച്ചു പെണ്ണുങ്ങൾ എന്തിനാ അത് വാങ്ങിക്കൊണ്ടാണ് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഭർത്താവിൻ്റെ കൂടെ കിടക്കുന്ന കിടപ്പറയിൽ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഈ മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അതിൽ നിന്ന് വരുന്ന സുഗന്ധവുമായി ഭർത്താവിനെ സ്വീകരിക്കുന്നവരാണ് ഇവർ എന്ന്. അവർ ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ട്, അവർ പർദ്ദ ഇട്ടിട്ടുണ്ട്, പക്ഷേ
എങ്ങനെയാണ് ഒരു ഭർത്താവിൻ്റെ ഇഷ്ടം എന്ന് അവർ തിരക്ക് കൂട്ടുന്നത്. ഭർത്താവിന് ഇഷ്ടപ്പെട്ട മണമുള്ള ഫ്രാഗ്രൻസ് ഉള്ള മെഴുകുതിരി വാങ്ങാനാണ്. നമ്മൾ കുളിച്ചിട്ട് കെട്ടിവെച്ച മുടി ഉണങ്ങാതെ മണക്കുന്നത് പോലും അറിയാതെ ഭർത്താവിൻ്റെ അടുത്ത് ശയിക്കാൻ വരുന്നവർ 5 നേരം പല്ല് തേക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളെ നമ്മൾ 5 നേരം പല്ല് തേക്കാൻ നിങ്ങൾക്ക് ഞാൻ കൽപ്പിക്കാത്തത് ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ടാണ്. 2 നേരമെങ്കിലും തേക്കണ്ടേ? വേണ്ടേ? എന്തിന്? ഭാര്യൻ്റെ അടുത്ത് കിടക്കാൻ പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അപ്പോഴോ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അപ്പോഴോ നേരത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. മക്കള് ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ പോലും മക്കളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ആധുനിക ലോകത്തെ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മോഡലുകളില്ല എന്നതാണ്. നേരത്തെ MLA പറഞ്ഞു വെച്ചതിന്റെ ബാക്കി പറയാം ഞാൻ. മോഡലുകളില്ല അവർക്ക്. ആരെയാണ് അവർ നോക്കി പഠിക്കേണ്ടത്? ആരെയാ നോക്കി പഠിക്കേണ്ടത് ഈ കുട്ടി? നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആരെയാണ്? ബാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കിടുന്നത് കണ്ടു വളരുന്ന ഒരു കുട്ടിയും ഉമ്മാന്റെ കണ്ണീര് കണ്ട് വളർന്നു വലുതാകുന്ന ഒരു പെൺകുട്ടി നാളെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? ഇത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ കുടുംബം. പുതിയ തലമുറ അടുക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇതിനെതിരെ അക്രമങ്ങൾ, മറുഭാഗത്ത് കഴിച്ച കല്യാണത്തെ ഇട്ടെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നടക്കുന്നു. എന്നിട്ടോ സകല സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ ജീവിതമായി എന്ന് തെറ്റിദ്ധരിക്കുന്നവർ. കേരളം 2 ഉരുൾപൊട്ടലുകൾക്ക് സാക്ഷിയായി. നിങ്ങളൊക്കെ കേട്ടതാണ്, കണ്ടതാണ്. 2 ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടായി. ഒന്നാമത്തെ ഉരുൾപൊട്ടൽ വയനാട് ജില്ലയിലെ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്. ആ 100 കണക്കിന് മനുഷ്യ ജീവിതങ്ങൾ ഒലിച്ചുപോയ വലിയ ദുരന്തം. കിലോമീറ്ററുകൾക്കിപ്പുറം ഞാനൊക്കെ താമസിക്കുന്ന ഫറോക്ക് പ്രദേശത്തിലെ ഫറോക്ക് പുഴയിൽ നിന്ന് പോലും ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെടുത്ത ദയനീയമായ ചിത്രം ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ഓർമ്മകളുമായിട്ട് നടുക്കവുമായിട്ട് കേരളം നടുക്കം വിടാതിരിക്കുകയാണ്. ഒന്നാമത്തെ ഉരുൾപൊട്ടലാണ്. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് നടന്നു. ആ ഉരുൾപൊട്ടൽ നടന്നത് സിനിമയിലാണ്. സിനിമയിൽ അല്ലാത്തൊരു ഉരുൾപൊട്ടല. ഒരുപാട് വലിയ വലിയ പാറക്കല്ലുകൾ ഒലിച്ചു പോയി. ചില പാറക്കല്ലൊക്കെ ഇപ്പോൾ ഒളിവിലാണ് എന്ന് കേൾക്കുന്നു. എന്നെ പിടിക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാനത്തും നോട്ടീസൊക്കെ കൊടുത്തിരിക്കുക. എന്താ സിനിമക്ക് പറ്റിയത്? ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയിലെ പെൺകുട്ടികളോട് നിങ്ങൾ ചോദിക്കണം. സകല സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുത്ത ഇടമായിരുന്നല്ലോ സിനിമ. സകല സ്വാതന്ത്ര്യവും ആ സിനിമയിൽ വകവെച്ചു കൊടുത്തില്ലേ? എപ്പോ വേണമെങ്കിലും വരാം, എപ്പോഴും പോവാം, നൈറ്റ് റൈഡ് പോവാം, കെട്ടിപ്പിടിക്കാം, ഒരുമിച്ച് കിടക്കാം, ലിവിങ് ടുഗദർ ആവാം. എന്തേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഉത്തുംഗ ശൃംഖമായി വാണ സിനിമക്കകത്ത് ഇത്രമേൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കുന്ന പുരോഗമനവാദക്കാരാണ് ഉത്തരം പറയേണ്ടത്. എന്നിട്ട് വലിയൊരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചത് കേട്ടപ്പോഴാണ് ഞാൻ ആ സത്യത്തിൽ ആ റിപ്പോർട്ട്, ഈ സാധനം ഇങ്ങനെ കണ്ട റിപ്പോർട്ടിന് ഫുൾ എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടപ്പോൾ ആദ്യം ഓർത്തത് ശരിക്ക് ആ അബ്ദുള്ള അബ്ബാസിനെയാണ്. മൂപ്പരാണ് കുറെ കാലമായിട്ട് ഈ പുരോഗമനം പറഞ്ഞു നടക്കുന്നത് അവർക്കെതിരെ. ഉണ്ടോ? ആ ഹേമ കമ്മിറ്റി എഴുതി വെച്ച റിപ്പോർട്ടിൽ എഴുതി വെച്ചത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ എഴുതി വെച്ചതെന്നറിയോ? സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു ബാത്റൂം വേണം എന്ന്. പടച്ചോനെ, എന്തൊരു അധോഗതി ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്രയും പുരോഗമനമില്ലാത്ത റിപ്പോർട്ട്. വേറെ ബാത്റൂം വേണം അത്ര ഇവർക്ക്. കാരണം എന്താ? അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആണുങ്ങൾ പോണ ബാത്റൂം പോരാന്ന്. ഈ പുരോഗമനക്കാരാണ് കേരളത്തിലെ സ്കൂളുകൾക്കകത്ത് പോലും ആണിനും പെണ്ണിനും ഒരേ ശൗചാലയം വേണം എന്ന് വാദിച്ചത്, ഒരേ യൂണിഫോം വേണമെന്ന് വാദിച്ചത്. അപ്പോ ഒരു ഭാഗം കൃത്യമായി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ, ഒന്നാമത്തെ ഉരുൾപൊട്ടലിൽ കേരളം പഠിച്ചു പ്രകൃതിയോട് നാം ഇങ്ങനെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഒന്നായിട്ട് ഒഴുകി താഴെ വരുന്നു പഠിച്ചു. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ പക്ഷേ നമ്മൾ പാഠങ്ങളൊന്നും പഠിച്ചില്ല. ആ പാഠമാണ് ഇപ്പോഴും പത്രമാധ്യമങ്ങളിലുള്ളത് എന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. മേക്കപ്പ് ചെയ്ത് റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും പുറകെ ജീവിതവുമായിട്ട് നടക്കണവർ. നിങ്ങൾ കണ്ടല്ലോ, നേരത്തെ ബാസിൽ കാണിച്ച ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. വല്ലാത്തൊരവസ്ഥയിലാണ്. അവർക്ക് മുന്നിൽ മോഡൽ കാണിക്കാൻ ആളുകളില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകൾ കാണാം.
നമ്മളൊന്നും അതിൻ്റെ പിറകെ പോവാതിരുന്നിട്ടാണ്. ഇപ്പോൾ പണ്ട് ഇവരുടെയൊക്കെ പേര് യൂട്യൂബർ എന്നൊക്കെയാണ്. ഞാനൊരു യൂട്യൂബറാണ് എന്നാ. ഇപ്പം പേര് മാറി. യൂട്യൂബർ എന്ന പേരല്ല, പുതിയ തലമുറ ഉപയോഗിക്കുന്ന പേര് ഇൻഫ്ലുവൻസർ എന്നാണ്. എന്താ സാധനം എന്നറിയോ? അവരാണ് പുതിയ തലമുറ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവർ ചോദിക്കുക ഇങ്ങനെ നല്ല ചുണ്ടൊക്കെ ചോപ്പിച്ച് തട്ടൊന്നും ഇടാതെ മുടിയൊക്കെ ഇങ്ങനെ ചുവപ്പിച്ച് ഐഫോണിനെ കുറിച്ചൊക്കെ വീഡിയോ എടുക്കുന്ന 1 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ വീഡിയോ. ഐഫോണിൻ്റെ ടെക്നിക്കുകൾ എന്താ? ഇതാണ് പുതിയ തലമുറക്ക് ആവശ്യം. ഈ ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പെണ്ണ് പറയുക, അതിൻ്റെ പ്രൊഫൈലിൽ പോയി കാണാം ഇൻഫ്ലുവൻസർ. നമ്മുടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു ബാപ്പയാണ് ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ഇൻഫ്ലുവൻസറായി മാറേണ്ടത്. അതായി മാറണമെങ്കിൽ ഒരു ഫ്രണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുന്ന പോലെ നമ്മൾ ചേർത്ത് പിടിക്കാൻ കഴിയണം. സത്വം നഷ്ടപ്പെടുന്ന പുതിയ തലമുറക്ക് മരുന്നെന്താണ് എന്ന് ചോദിച്ചാൽ അവർ മയക്കുമരുന്നിൻ്റെ വഴികൾ. സ്വസ്ഥതല്ല മനുഷ്യന്, സ്വസ്ഥതല്ല. ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ മടി കാണിക്കാത്ത സിനിമാ താരങ്ങൾ പണ്ട് അവർ ഇമേജ് വേറെയാണ്. ഇപ്പം അവർ തുറന്നങ്ങ് പറയും, പുതിയ തലമുറയിലെ സിനിമാ താരങ്ങൾ. കാരണം എന്താ? അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല, യാതൊരു സ്നേഹവും കിട്ടാൻ ആളില്ല. അപ്പം എന്തൊക്കെയോ ചെയ്യാണ് ഇവർക്ക് കൃത്യമായൊരു ദിശാബോധം. അതിനാണ് നേരത്തെ പ്രോഫ്കോണിനെ കുറിച്ച്, പ്രൊഫഷണൽ കോൺഫറൻസിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. അതിനാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരുപാട് പരിപാടികൾ, നമ്മുടെ പ്രൊഫഷണൽ കോൺഫറൻസ് നടക്കുകയാണ്. അതിൻ്റെ അതിനു വേണ്ട ആളുകളെ കൊടുക്കാനും അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള സമയമാണ്. എന്തിനാണെന്നറിയോ? ഈ പുതിയ തലമുറയെ പിടിച്ചു നിർത്തണം. അതിനെന്താ വഴി? നിങ്ങളുടെ കയ്യിലുള്ള വഴി എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള വഴി അവരെ ചേർത്ത് പിടിക്കലാണ്. ഇവന്റെ മുടി കണ്ടോ, ഇവന്റെ താടി കണ്ടോ, ഇവന്റെ രൂപം കണ്ടോ, ഇവന്റെ പാൻറ് കണ്ടോ, ഇവൻ കൊറിയനാണ്, ഈ പെൺകുട്ടി പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ തള്ളിവിട്ടാൽ എത്തിപ്പെടുക വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും. മക്കൾ നമ്മുടേതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി സങ്കടപ്പെടേണ്ടി വരിക നമ്മളാണ് എന്ന് കൃത്യമായൊരു ബോധം നമുക്കുണ്ടാവണം. പുതിയ തലമുറയുടെ പാരന്റിങ് ചേർത്ത് പിടിക്കലാണ്. പുതിയ തലമുറയുടെ പാരന്റിങ് കൂടെ നിൽക്കലാണ്. പുതിയ തലമുറയുടെ പാരന്റിങ് സൗഹൃദം സ്ഥാപിക്കലാണ്. പഴയ തലമുറയിലെ ബാപ്പയായി നിന്നുകൊണ്ട് പുതിയ തലമുറയിലെ മക്കളെ പോറ്റി വളർത്താൻ കഴിയില്ല. അവരോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവർക്കൊരു സൗഹൃദം സമ്മാനിച്ചുകൊണ്ട്, നാം പറയുന്നതും നമ്മുടെ മനസ്സിലുള്ളതും ഒരു ചങ്ങാതിയെപ്പോലെ മനസ്സിലാക്കാൻ കഴിയുന്ന മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ടതില്ല. നാളെ നമ്മളെപ്പോലെ അവരും ഒരു കുടുംബമായി മാറണം. ഒരൊറ്റ വാക്ക് കൂട്ടിച്ചേർത്ത് ഞാൻ നിർത്തുകയാണ്. നമ്മൾ ക്യാമ്പസിനകത്തേക്ക് മക്കളെ വിടുമ്പോൾ ഈ ക്യാമ്പസിൽ നിന്ന് കുട്ടികളുടെ ചെവിയിൽ ഈ സ്വതന്ത്ര ചിന്തകർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, കുടുംബം പ്രശ്നമാണ്, ഇടുങ്ങിയതാണ്, പ്രശ്നമുള്ള സ്ഥലമാണ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സ്ഥലമാണ്, സ്നേഹമില്ലാത്തതാണ്, പീഡനങ്ങളുണ്ട് എന്ന് ഈ കുട്ടിയുടെ ചെവിയിൽ സ്വതന്ത്ര ചിന്തകരായ ആളുകൾ ക്യാമ്പസുകൾക്കകത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളെ കുട്ടികളൊക്കെ നാട്ടിൽ പഠിക്കണ്ടാവും. അപ്പോൾ ആ കുട്ടി ചിന്തിക്കണം, ഇങ്ങനെയല്ലല്ലോ എൻ്റെ ബാപ്പ, എൻ്റെ ഉമ്മ ഇങ്ങനെയല്ലല്ലോ, ഇവരെന്താ പറയണത് സ്നേഹമില്ലാത്ത സ്ഥലമാണ് കുടുംബം എന്ന്. എൻ്റെ വാപ്പൻ്റെ ഉമ്മൻ്റെ ജീവിതം സ്നേഹമുള്ളതാണല്ലോ. എൻ്റെ ഉമ്മാൻ്റെ സ്വപ്നം, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണല്ലോ എൻ്റെ വാപ്പ. എൻ്റെ ഉമ്മാനെ ചേർത്ത് പിടിക്കുന്ന ആളാണല്ലോ വാപ്പ. ഉമ്മാന്റെ കണ്ണ് നിറയുമ്പോ അത് ഒപ്പിക്കൊടുത്ത് നെറ്റിയിൽ ഒരു ചുംബനം നൽകി കൂടെ നിർത്തുന്ന ആളാണല്ലോ വാപ്പ. എനിക്ക് ഇതുപോലെയൊരു കുടുംബം വേണം എന്ന് ഈ കുട്ടിയുടെ കാഴ്ചയുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കുട്ടിയുടെ കാഴ്ചപ്പാടുകൾ മാറുക. അതുകൊണ്ട് കുടുംബം എന്ന കാഴ്ചപ്പാട് കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മൾ ഈ ഫാമിലി കോൺഫറൻസിൽ തേടിയത് പരിഹാരമാണ്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പടികളിറങ്ങി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു പരിഹാരമുണ്ടായിരിക്കണം. ആ പരിഹാരവുമായിട്ടാണ് കേരളത്തിൽ നടന്ന മുഴുവൻ ഫാമിലി കോൺഫറൻസിലെയും ആളുകൾ പിരിഞ്ഞു പോയത്. ഇൻഷാ അല്ലാഹ് ഈ ജിദ്ദയിൽ നിന്ന്, ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോഴും നിങ്ങളുടെ അകത്ത് ഒരു പരിഹാരമുണ്ടായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വതആല നാം ഏവരെയും ഇതുപോലെ കുടുംബത്തോടെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.
വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.